എല്ലാവർക്കും പൊന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. റവ കൊണ്ടൊരു ചിപ്സ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിപ്സ് റെസിപ്പിയാണിത്. ആദ്യം കുറച്ച് റവ എടുത്ത് നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യാനുസരണം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടെ നമ്മൾ നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം അത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല, പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല, ആവശ്യാനുസരണം വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുത്ത് നല്ല ബോൾ പോലെ ആക്കിയിട്ട് നല്ലോണം ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തണം. നല്ല മൃദുവായിട്ട് ബോൾ പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ നല്ലോണം അത് ചപ്പാത്തി കല്ലിൽ വെച്ച് ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി നല്ലോണം പരത്തിയെടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് നല്ല നൈസായിട്ട് വേണം നമ്മളത് പരത്തിയെടുക്കാൻ. നല്ലോണം പ്രസ് ചെയ്ത് 4 ഭാഗം പ്രസ് ചെയ്ത് നല്ലോണം പരത്തിയെടുക്കണം. നൈസായിട്ട് വേണം, അല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് അതിന് കിട്ടൂല. നല്ലോണം പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് എന്തെങ്കിലും ഒരു ഷേപ്പിലെടുക്കാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചെറിയ പാത്രത്തിൻ്റെ ഒരു മൂടി എടുത്തിട്ട് അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അത് കറക്റ്റായിട്ടൊക്കെ എടുത്ത് നമുക്ക് നല്ലോണം മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നല്ലൊരു ഷേപ്പിൽ അത് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈനിലാണെങ്കിലും അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെയാണുള്ളത്, അപ്പം ഞാൻ അതനുസരിച്ച് റൗണ്ടിലായിട്ട് ഇങ്ങനെ 2 ഡിസൈനിലായിട്ട് എടുത്തു. ഇനി ബാക്കി വരുന്ന വെച്ച് നമ്മൾ വീണ്ടും ബോളാക്കിയിട്ട് അതേപോലെ തന്നെ പരത്തി ഇങ്ങനെ ആക്കണം, ബോൾ പോലെ ആക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതെല്ലാം ഇഷ്ടമുള്ള ഷേപ്പിലെടുത്തിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം നല്ല എണ്ണ ചൂടായതിന് ശേഷം നല്ലോണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മൾ കോരിയെടുക്കണം. എല്ലാം ഇട്ട് നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മളത് കോരിയെടുത്ത് വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്വാദിഷ്ടമായ, നല്ല രുചികരായ, ക്രിസ്പിയായ 4 മണി പലഹാരം ഇത് റെഡിയായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.